ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഒടിക്കുകില്ലവനേറ്റം ചതഞ്ഞതാവോട്, കെടുക്കുകില്ലവൻ തിരി പുകവമിക്കുകിലും. ഒടിക്കുകില്ലവനേറ്റം ചതഞ്ഞതാവോട്, കെടുക്കുകില്ലവൻ തിരി പുകവമിക്കുകിലും. നടത്തും താൻ വിധി ജയം ലഭിക്കും നാൾ വരെയും, നടത്തും താൻ വിധി ജയം ലഭിക്കും നാൾ വരെയും. തളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം, തളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ, കാണുന്നു ഞാൻ യാഹിൽ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ മോർണിംഗ് വോയിസിലൂടെ ഈ പ്രഭാതത്തിൽ ദൈവം അനുസരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഹൃദ്യമായ പ്രഭാത വന്ദനം. 1 തെസ്സലോനിക്കർ അതിൻ്റെ 4-ാം അധ്യായം 15-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു, ശ്രദ്ധിക്കുക. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്കും ഭാഗ്യമല്ല എന്ന് ഞാൻ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. തെസ്സലോനിക്ക വിശ്വാസികളോട് കർത്താവിൻ്റെ വചനത്താൽ പൗലോസ് പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് പൗലോസിന്റെ വാക്കുകളല്ല, പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ച ഒരു വെളിപ്പാടാണ്. തെസ്സലോനിക്ക വിശ്വാസികളോട് ദൈവത്തിന് നൽകാനുള്ള ഒരു വെളിപ്പാടാണ്. പൊതുവെ അതുപോലെ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കും എന്ന ഒരു വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നു. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തെക്കുറിച്ച് പൗലോസിന് അന്നുള്ള വിശ്വാസികൾക്ക്, യഹൂദന്മാർക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്നാൽ പൗലോസ് ഒരു പുതിയ മർമ്മം പറയുന്നതായി നാം 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു മർമ്മം അറിയിക്കുന്നത്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അഥവാ കർത്താവിൻ്റെ വരവിങ്കൽ ജീവനോടെ ഇരുന്ന് രൂപാന്തരപ്പെടുന്ന ഒരു കൂട്ടം വിശ്വാസികളുണ്ട്. മരണം കാണാതെ, ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട്, മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കർത്താവിനെ സ്വീകരിപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുന്നതായ ഒരു കൂട്ടം വിശ്വാസികളുണ്ട് എന്നുള്ളത് ഒരു മർമ്മമായിരുന്നു. അത് പൗലോസ് വെളിപ്പെടുത്തുകയാണ്. ഇവിടെ പറയുകയാണ്, കർത്താവിൻ്റെ വരവിങ്കൽ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം. ഇവിടെ പൗലോസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തൻ്റെ പ്രത്യാശയാണ്. പൗലോസും തെസ്സലോനിക്ക വിശ്വാസികളും വിശ്വസിച്ചിരുന്ന കാര്യം, ഇന്നുള്ള വിശ്വാസികളും വിശ്വസിക്കേണ്ട കാര്യം, അവർ മരണത്തിനായിട്ട് കാത്തിരിക്കുന്നവരല്ല, അവർ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തിരിക്കുന്നവരായിരിക്കണം. പൗലോസും കർത്താവിൻ്റെ വേഗത്തിലുള്ള വരവിനെ കുറിച്ച്, പറൂസിയ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പറൂസിയായ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ വേഗത്തിലുള്ള വരവിന് വേണ്ടി കാത്തിരുന്ന, മരണത്തിന് വേണ്ടി കാത്തിരുന്നില്ല. മരണിക്കും എന്നുള്ള കാര്യം പൗലോസിന് അറിയാം. നമുക്കറിയാം, തെസ്സലോനിക്ക ശേഷം 5 വർഷം കഴിഞ്ഞ് എഴുതിയ 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ, 2 കൊരിന്ത്യരിലേക്ക് വരുമ്പോൾ, കൂടാരമാവുന്ന ഭവനം വിട്ട് അകന്നാൽ ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഉണ്ട് എന്ന് പൗലോസ് പറയുന്നുണ്ട്. മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശരീരത്തിൽ വിട്ട് കർത്താവിനോട് വസിപ്പാൻ ഞാൻ അധികം ഇഷ്ടപ്പെടുന്നു എന്ന് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടെങ്കിലും തന്റെ ആത്യന്തികമായ പ്രത്യാശ കർത്താവിന്റെ ഫലമായിരുന്നു. അതിനുശേഷം 5 വർഷം കഴിഞ്ഞ് എഴുതിയതായ ഫിലിപ്പി ലേഖനത്തിലും പൗലോസ് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ അത്യന്തം കാംക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ, അവിടെയും അങ്ങനെയുള്ളതായ മരണത്തോടു കൂടെ കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെടുന്നു എന്ന് പറയുമ്പോഴും നാം കാരാഗ്രഹങ്ങൾ ലേഖനങ്ങൾ വായിക്കുമ്പോൾ, അതുപോലെ കൊരിന്ത്യ ലേഖനത്തിലും പൗലോസ് 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 15-ലും പൗലോസ് പറയുന്നുണ്ട്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിന് നാം രൂപാന്തരപ്പെടും. അപ്പോൾ പൗലോസിനും കർത്താവിൻ്റെ വരവ് തൻ്റെ കാലഘട്ടത്തിൽ നടക്കുമെന്നും കർത്താവ് തന്നെ ഒന്ന് ചേർക്കുമെന്നും വിശ്വസിച്ചു. എല്ലാ കാലത്തുമുള്ള ദൈവജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണ് ആ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ടല്ലോ, കർത്താവിനെ
സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. അപ്പോൾ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന വ്യക്തികളാണ് പൗലോസും അന്നുള്ള വിശ്വാസികളും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. മാത്രമല്ല, ആ കാരാഗ്രഹ ലേഖനങ്ങളിലും പൗലോസ് കർത്താവിന്റെ വരവിനെ കുറിച്ചും കർത്താവ് വന്ന് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്ന് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ കർത്താവ് വരും എന്നുള്ളത് കാരാഗ്രഹ ലേഖനങ്ങളിലും പൗലോസ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അതിനുശേഷം 5 വർഷം കഴിഞ്ഞ് തന്റെ അവസാന കാലങ്ങളിൽ എഴുതിയ ഇടയ ലേഖനങ്ങളിലും പൗലോസ് പറയും, തീത്തോസിന്റെ ലേഖനത്തിൽ 1 തീത്തോസ് 2:11 മുതൽ 13 വരെ വായിക്കുമ്പോൾ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിലെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തിരുന്നുകൊണ്ട് ജീവിക്കണം എന്നുള്ള കാര്യം അവിടെ ഓർപ്പിക്കുകയാണ്. അങ്ങനെ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ളതായ ആ വരവിനും അതിനുവേണ്ടിയുള്ള ഒരുക്കവും പൗലോസിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രിയ ദൈവജനമേ, നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ കർത്താവ് വന്ന് നമ്മെ ചേർക്കും എന്നുള്ള വിശ്വാസവും പ്രത്യാശയും ആണോ, അതോ മരിച്ച് കർത്താവിന്റെ അടുക്കൽ ചേർക്കപ്പെടും എന്നുള്ളതാണ്? പലപ്പോഴും നാം പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഞങ്ങളെ അധികം കഷ്ടപ്പെടുത്തരുത്, അധികം കിടന്ന് നിറയിക്കാൻ ഇടയാകരുത് എന്നൊക്കെ നാം പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ അതല്ല നമ്മുടെ ആഗ്രഹം, നമ്മുടെ താല്പര്യം. കർത്താവ് വരണം, അതിനുവേണ്ടി നാം ഓരോ നിമിഷവും ഒരുങ്ങുന്നുണ്ടോ എന്നുള്ളതാണ്. കർത്താവിന്റെ വരവിൽ ഒരുങ്ങി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമയം. കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഉപയോഗിക്കാറുണ്ടോ? ദൈവം തന്നിരിക്കുന്ന ധനത്തെ കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഉപയോഗിക്കാറുണ്ടോ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ, കൃപാവരങ്ങൾ കർത്താവിന്റെ വരവിനായിട്ട് നാം ഉപയോഗിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവ് താമസിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയുടെ പണി പൂർത്തിയാകാത്തോണ്ടാണ്. സഭയിലേക്ക് ചൊല്ലി ആത്മാക്കൾ കൂടെ രക്ഷിക്കപ്പെടാനുണ്ട്, ചേരാനുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് താമസിക്കുന്നത്. സഭയുടെ പണി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ കർത്താവ് വരും. കർത്താവ് പറയുന്നുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുവാൻ എന്റെ പക്കലുണ്ടെന്ന് നാം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ കർത്താവ് വേഗം വരുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്താണ് താമസിക്കുന്നത്? 2 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവജനം മാനസാന്തരപ്പെടണം. അവിടെ പാപത്തിലെ വഴികളെ വിട്ട് നിങ്ങൾ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ തക്കോണം. നിങ്ങളോട് എന്ന് പറയുമ്പോൾ ദൈവജനത്തോടാണ്. ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അതുപോലെ സുവിശേഷം അറിയിക്കുന്നപ്പോഴാണ് നാം ആത്മാക്കൾ രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവിന്റെ വരവ് വേഗത്തിലാകുകയാണ്. സുവിശേഷ ഘോഷത്തിൽ നാം പങ്കുവയ്ക്കുമ്പോൾ, സുവിശേഷ ആളുകളെ രക്ഷയിലേക്ക് നടത്തുമ്പോൾ കർത്താവിന്റെ വരവ് വേഗത്തിലാക്കുകയാണ്. അങ്ങനെ കർത്താവിന്റെ വരവ് വേഗത്തിലാക്കണമെങ്കിൽ നമ്മുടെ സമയം, നമ്മുടെ കാര്യപരിപാടികൾ എല്ലാം കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ആ ഒരു ബോധ്യത്തോടുകൂടി ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കും, കർത്താവെ ഇന്നങ്ങ് വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. കർത്താവ് പറഞ്ഞു, അവിടുത്തെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൗലോസ് പറയുകയാണ്, കർത്താവിന്റെ വരവിൽ നാം എല്ലാവരും എടുക്കപ്പെടുന്ന ഒരു കൂട്ടത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയല്ല എന്ന് പറയും. അപ്പോൾ ഇവിടെ ദൈവജനത്തെ 2ആയിട്ട് തിരിക്കുകയാണ്. ഒന്ന്, ജീവനോടെ ശേഷിക്കുന്നവരായ വിശ്വാസികൾ, യേശു കർത്താവിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിന്റെ വരവെങ്കിൽ ജീവനോടെ ശേഷിക്കുന്ന ഒരു കൂട്ടരുണ്ട്. മറ്റൊരു കൂട്ടര് കർത്താവിന്റെ വരവെങ്കിൽ ജീവനോടെ ശേഷിക്കാൻ നിദ്ര കൊണ്ടവർ ഉണ്ട്. അവരാണ് ആദ്യമായിട്ട് ഉയർത്തി നിൽക്കുന്നത്. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ ആളുകൾ രൂപാന്തരപ്പെടുകയാണ്. അവരൊരുമിച്ച് കർത്താവിന്റെ എതിരേൽപ്പാൻ വാനവേഗങ്ങൾ എടുക്കപ്പെടുകയാണ്. എത്ര അനുഗ്രഹീതമായ പ്രത്യാശ! യോഹന്നാൻ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ യോഹന്നാൻ പറയുന്നു, ആമേൻ, കർത്താവായ യേശുവേ വരണമേ. നമ്മുടെ ആഗ്രഹവും താല്പര്യവുമാണ്. പാട്ടുകാരൻ ചോദിക്കുന്നു, കാന്തനേശു വന്നിട്ടും നീ ഒരുങ്ങിയിട്ടുണ്ടോ? നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ എന്ന് പാട്ടുകാരൻ പാടുന്ന പോലെ നാളുതോറും കർത്താവിന്റെ സാക്ഷികളായി അവിടുത്തെ വരവിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ചെയ്കയില്ലവൻ നമ്മൾ പാപത്തിനൊത്ത പോൽ പ്രതിഫലമരുളുന്നില്ല കൃത്യങ്ങൾ ഗണിച്ചു. ചെയ്കയില്ലവൻ നമ്മൾ പാപത്തിനൊത്ത പോൽ പ്രതിഫലമരുളുന്നില്ല കൃത്യങ്ങൾ ഗണിച്ചു. വാനമി ഭൂവിൽ നിന്നുയർന്നിരിപ്പതുപോൽ, വാനമി ഭൂവിൽ നിന്നുയർന്നിരിപ്പതുപോൽ പരന്തയ ഭക്തന്മേൽ വലിയതു തന്നെ, പരന്തയ ഭക്തന്മേൽ വലിയതു തന്നെ. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ, കാണുന്നു ഞാൻ യാഹിൽ